So, dear students, let's go to the story Average Waves in Unprotected Waters, written by Anne Taylor. നമ്മളിതിൻ്റെ ഇൻട്രൊഡക്ഷൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ നേരെ കഥയിലേക്ക് പോവാം. As soon as it got light, Bet woke him and dressed him, and then she walked him over to the table and tried to make him eat a little cereal. He wouldn't, though. He could tell something was up. She pressed the edge of the spoon against his lips till she heard tick click on his teeth, but he just looked off at a corner of the ceiling. A knobby child with great glassy eyes and her own fair hair. Like any other 9-year-old, he wore a stripped shirt and jeans, but the shirt was too neat and the jeans too blue and patched and unfaded, and would stay that way till he outgrew them. And his face was elderly, pinch-stained, tired, though it should have looked as unused as his jeans. He hardly changed his expression. Here നമ്മൾ ഈ ആദ്യ പാരഗ്രാഫിൽ കാണുന്നത് അമ്മയായിട്ടുള്ള ബെറ്റ് മകനെ എണീൽപ്പിക്കുകയാണ്. മകനെ രാവിലെ ബെഡിൽ നിന്ന് എണീൽപ്പിക്കുന്ന രംഗം മുതൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നേരത്തെ പറഞ്ഞു. കുറച്ച് മാനസിക വൈകല്യമുള്ള ഒരു കുട്ടിയാണ്, വളർച്ചയെത്താത്ത കുട്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കുട്ടിയുമായിട്ടുള്ള അമ്മയുടെ ജീവിതമാണ് നമ്മളിതിൽ പരാമർശിക്കുന്നത്. ഓക്കെ, അങ്ങനെ കുട്ടിയുമായിട്ട് എന്ത് ചെയ്യണം, രാവിലെ ടേബിൾ അല്ലേ, ആ എണീപ്പിച്ച് രാവിലെ ടേബിളിലെടുത്ത് കൊണ്ടുപോകണം. അപ്പോൾ എന്താ, ഭക്ഷണം ശരിക്കും സ്വയം കഴിക്കാൻ പറ്റാത്ത കുട്ടിയാകാം. അതുകൊണ്ട് അമ്മയാണ് കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നത്. അങ്ങനെ എന്ത് ചെയ്യുന്നു, സ്പൂൺ മൂന്നാമത്തെ വരിയിൽ ഷി പ്രസ്ഡ് ദ എഡ്ജ് ഓഫ് ദ സ്പൂൺ അഗൈൻസ്റ്റ് ദ ലിപ്സ്. ആ കുട്ടിയുടെ ലിപ്പിൽ താഴെയായിട്ട് ആ സ്പൂൺ വെച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷേ കഴിക്കാൻ പറ്റുന്നുണ്ടോ, ശരിക്കും ഇല്ല. അവിടെ സ്പൂണിൻ്റെ ശബ്ദം, ആ പല്ലിൽ തട്ടിയ ശബ്ദം നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ അവൻ അപ്പോഴും ഒരു കോർണറിലെ സീലിങ്ങിലേക്ക് നോക്കി നിൽക്കുകയാണ്. എങ്ങനെയാണ്, ഒരു ഗ്ലാസി ഐസൊക്കെ ഉള്ളൊരു കുട്ടിയാണ്, പിന്നെ നല്ല ഫെയർ ആയിട്ടുള്ള ഹെയറൊക്കെ ഉണ്ട്. മറ്റൊരു അപ്പോൾ 9 വയസ്സായ കുട്ടിയെ പോലെ തന്നെ അവനെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഡ്രസ്സൊക്കെ ധരിച്ചിട്ടുണ്ട്, നല്ല നീറ്റായ ഡ്രസ്സൊക്കെയാണ്. പക്ഷേ അവൻ്റെ വളർച്ച ഡ്രസ്സിലപ്പുറമാണ് എന്നുള്ളതാണ് കഥാകൃത്ത് പറയുന്നത്. പിന്നെയോ ഫേസ് ആണെങ്കിലോ എന്തായിരുന്നു, എൽഡർലി അല്ലേ, ഒരു കുറച്ച് പ്രായം തോന്നിക്കുന്നുണ്ട്. 9 വയസ്സുകാരൻ്റെ പ്രായമെല്ലാം മുഖത്ത് നോക്കിയാൽ തോന്നുന്നത് എന്നുള്ളതാണ് കഥാകാരി പറയുന്നത്. ആൻഡ് ഹാവ് ലുക്ക്ഡ് ആൻഡ് ആസ് അൺയൂസ്ഡ് ആസ് ഹിസ് ജീൻസ്. ഹി ഹാർഡ്ലി എവർ ചേഞ്ച്ഡ് ഹിസ് എക്സ്പ്രഷൻ. ഒരിക്കലും ആ എക്സ്പ്രഷൻ മാറ്റാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ എപ്പോഴും ഒരേ മുഖഭാവം ഉള്ളൊരു കുട്ടിയെയാണ് കഥാകാരി കാണുന്നത്. ഷീ ലെഫ്റ്റ് ഹിം ഇൻ ദ ചെയർ ആൻഡ് വെന്റ് ടു മേക്ക് ദ ബെഡ്സ്. Then she raised the yellowed shade, rinsed a few spoons in the bathroom sink, picked up some bits of magazines she would torn the night before. അങ്ങനെ അവൻ്റെ വണ്ടിയിൽ ഇരുത്തിക്കൊണ്ട് എന്ത് ചെയ്യാണ്, ആൻഡ് വെന്റ് ടു മേക്ക് ദ ബെഡ്. ആ ബെഡൊക്കെ റെഡിയാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, അമ്മ പോവാണ്. അങ്ങനെ എന്ത് ചെയ്യുന്നു, അവിടെ യെല്ലോ ഷെയ്ഡ് റിൻസ് ദ ഫ്യൂ സ്പൂൺസ് ഇൻ ദ ബാത്റൂം സിങ്ക്, പിക്ഡ് അപ്പ് സം ബിറ്റ്സ് ഓഫ് മാഗസിൻ ഹി വുഡ്. അവിടെ പോയിട്ട് ഓരോ വസ്തുക്കൾ, അമ്മ കുട്ടി തലേ ദിവസം ചെയ്തു വെച്ച ഓരോ പ്രവർത്തനങ്ങളുടെ വസ്തുക്കളൊക്കെ എടുത്ത് മാറ്റി വെക്കുകയാണ്. എന്ത് ചെയ്തിട്ട് മാഗസിനൊക്കെ എടുത്ത് കയറിയിട്ടിട്ടുണ്ട് തലേ ദിവസം രാത്രി. ദിസ് വാസ് റെന്റഡ് റൂം ആൻഡ് ancient crumbling house and nothing you could do to it would lighten its cluttered look. There was always that feeling of too many lives laid over their other lives, like the layers of brownish wallpaper her child had peeled away in the corner by his bed. അപ്പോൾ പിന്നെ വീടിനെ കുറിച്ചാണ്. ഒരു ആൻഷ്യൻ്റ്, വളരെ പഴക്കം ചെന്ന ഒരു വീടാണ്, ഏകദേശം ഇടിഞ്ഞ് വീഴാൻ നിൽക്കുന്ന വീട് പോലെയുള്ളൊരു വീടാണ്. അതിനെ വാടക വീട്ടിലാണ് അവർ താമസിക്കുന്നത് അല്ലേ. പിന്നെയോ അവിടെ കുട്ടിയുടെ ബെഡിനരികിലായിട്ട് അവൻ ഒരുപാട് കോർണറിൽ ഒട്ടിച്ച് വെച്ചിട്ടുള്ള സ്റ്റിക്കറുകളൊക്കെ പറിച്ച്, വാൾപേപ്പറൊക്കെ പറിച്ച് വെച്ച ഭാഗമൊക്കെ അവിടെ കാണുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ കുട്ടി ഇങ്ങനെ വീട്ടിലെ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ അമ്മക്ക് ഓരോ പണിയായിട്ട് വരികയാണ്. She slipped her feet into flat-heeled loafers and absently patted the front of her dress, a worn beach knit she usually saved for Sundays. Maybe she should take it in a little. It hung from her shoulders like a sack. She felt too slight and frail, too wispy for all she had to do today. But she reached for her coat anyhow and put it on and tied a blue kerchief under her chin. Then she went over to the table and slowly spun, modeling the coat
സി ആർണോൾഡ് ഷി സെഡ് വി ആർ ഗോയിങ് ഔട്ട്. സി, അപ്പോൾ ഇതിലാണ് കുട്ടിയുടെ പേര് അമ്മ വിളിക്കുന്നതായിട്ട് കഥാകൃത്ത് പറയുന്നത്. എന്താണ്, അങ്ങനെ അവരെന്ത് ചെയ്യാണ്, സ്ലിപ്പ് ഫീറ്റ് ഇൻ ടു ഫ്ലാറ്റ് ഹീൽഡ് ലോഫേഴ്സ് അല്ലേ, ആ ചെരുപ്പൊക്കെ ധരിച്ചിരിക്കണം. എങ്ങനെയാണ്, പിന്നെ ആബ്സെൻ്റ്ലി പാറ്റഡ് ദ ഫ്രണ്ട് ഓഫ് ഹർ ഡ്രസ് എവോൺ, പിന്നെ അവരുടെ വസ്ത്രവേഷത്തെക്കുറിച്ച്, വേഷവിധാനത്തെക്കുറിച്ചൊക്കെ പറയുകയാണ്. എങ്ങനെയാണ് അവർ വസ്ത്രം ധരിക്കുന്നത്, ഞായറാഴ്ചകളിൽ പ്രത്യേക വസ്ത്രം ധരിക്കാറുണ്ട് അമ്മ. പിന്നെയോ ഷോൾഡറിൽ നിന്ന് തൂങ്ങി നിൽക്കുന്ന അല്ലേ ഒരു സാക്ക് പോലെ, ഒരു സഞ്ചി പോലെയുള്ള വസ്തു തോളിലുണ്ട്. പിന്നെയോ ഷീ ഫെൽ ടു സ്ലൈറ്റ് ആൻഡ് ഫ്രൈൽ ടു വിസ്പി, അവളുടെ രൂപമാണെങ്കിൽ എന്താണ്, അവൾ വളരെ മെലിഞ്ഞ സ്ത്രീയാണ്, വളരെ ക്ഷീണിതരായിട്ട് തോന്നിപ്പിക്കുന്ന സ്ത്രീയാണ് നമ്മുടെ ഈ കഥയിലെ അമ്മയായിട്ടുള്ള സ്ത്രീ. പിന്നെ കോട്ടൊക്കെ ധരിച്ചിട്ടുണ്ട്. ആൻഡ് പുട്ട് ഓൺ ആൻഡ് ടൈഡ് എ ബ്ലൂ കർച്ചീഫ് അണ്ടർ ഹർ ചിൻ, ഒരു കർച്ചീഫ് തൂവാല ധരിച്ചിട്ടുണ്ട്, ഈ താടിക്ക് താഴെയായിട്ട് എന്തായിട്ടുണ്ട്, തൂവാല കെട്ടി വെച്ചിട്ടുണ്ട്. Then she went over to the table and slowly spun, modeling the court. സി ആർണോൾഡ്, എൻ്റെ ആർണോൾഡ് വിളിക്കാണ്, അവിടെ പോയിട്ട് ആർണോൾഡ് വിളിക്കാണ്, വി ആർ ഗോയിങ് ഔട്ട്, നമ്മളിന്ന് പുറത്തു പോകുകയാണ്. ആർണോൾഡ് വെൻറ്റ് ഓൺ ലുക്കിംഗ് അറ്റ് ദ സീലിംഗ് ബട്ട് ഹിസ് ഗേസ് ടേൺഡ് വൈൽഡ് ആൻഡ് ഷീ ന്യൂ ഹി വുഡ് ഹേർഡ് അല്ലേ. അപ്പോൾ ആർണോൾഡ് എന്താണ് അങ്ങനെ സംസാരിച്ചപ്പോഴും, ഇന്ന് പുറത്ത് പോകുന്നുണ്ടെന്ന് ആർണോൾഡ് പറഞ്ഞപ്പോഴും പ്രത്യേക ഒരു ഭാഗമാറ്റൊന്നും അവൻ്റെ കണ്ണിലില്ല. അവൻ തുറച്ചു നോക്കുകയാണ്, ഒരു വന്യതയിലേക്ക് തുറച്ചു നോക്കുന്ന പോലെ അവൻ തുറച്ചു നോക്കണം. അവൻ കേട്ടിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലായി, അമ്മ പറഞ്ഞത് അവൻ കേട്ടു എന്ന് നമുക്ക് മനസ്സിലായി. ഷീ ഫെച്ച്ഡ് ഹിസ് ജാക്കറ്റ് ഫ്രം ദ ക്ലോസറ്റ്, ബ്രൗൺ കൗഡറി വിത്ത് എ ഹൂഡ്, ഇറ്റ് ഹാഡ് സെറ്റ് ഹർ ബാക്ക് ഹാഫ് എ വീക്ക് സാലറി. അപ്പോൾ അവൾ എന്ത് ചെയ്യാണ്, ജാക്കറ്റ് കൊണ്ടുവരാണ്. ക്ലോസറ്റ് ഉദ്ദേശിക്കുന്നത് ഇവിടെ നമ്മൾ ഈ കബോർഡ് പോലുള്ള ഇങ്ങനെ അടച്ചു വെച്ച റൂമിൻ്റെ ഭാഗത്ത് നമ്മൾ ക്ലോസറ്റ് സാധാരണ ഇംഗ്ലീഷ് പറയാറുള്ളത്, നമ്മളെ ക്ലോസറ്റ് വേറെയാണെന്നെങ്കിലും അതാണ് അതിൻ്റെ മീനിങ്. ആ ഒരു ഹുഡുള്ള കുപ്പായാണ്, ഹുഡ് എന്നറിയില്ല, നമ്മൾ ഈ എന്താണ് തലക്ക് ബനിയൻ ടീഷർട്ടൊക്കെ ഉണ്ട്, തലക്ക് മുകളിലൂടെ നമുക്ക് ഇടാൻ ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള ടീഷർട്ടാണ് എന്ത് പറയാം, ഹുഡ്. അതായത് പിന്നെ കഴുത്തിൻ്റെ മുകളിൽ ഒരു ചെറിയ ഭാഗം നമുക്ക് തല മറക്കാനായിട്ട് തൊപ്പിയായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ആ ഡ്രസ്സിൻ്റെ കൂടെ തന്നെ വരുന്ന ഭാഗത്തിന് നമ്മൾ എന്ത് പറയും, ഹുഡ് എന്ന് പറയും. അപ്പോൾ അങ്ങനത്തെ ഡ്രസ്സാണ് എടുത്തുകൊണ്ടിരുന്നത്. ജസ്റ്റ് ബാക്ക് ഹാഫ് എ വീക്ക് സാലറി, കഴിഞ്ഞ സാലറി കിട്ടിയ ഒരാഴ്ചത്തെ സാലറി എന്ന് പറയാനുള്ള കാര്യം, നമ്മളെ ഈ പുറം നാടുകളിലൊക്കെ ഹവർലി ആണ്, അതായത് മണിക്കൂറിലാണ് പിന്നെ സാലറി കൊടുക്കാറുള്ളത്. അപ്പോൾ ഒരു ദിവസത്തെ 8 മണിക്കൂർ ജോലിയാണെങ്കിൽ അന്നത്തെ സാലറി അതായിട്ട് കൊടുക്കും, ശമ്പളമായിട്ട് കൊടുക്കും, വേജസ് കൂലിയായിട്ടാണ് കൊടുക്കുക. അപ്പോൾ പിന്നെ അങ്ങനെ ഓരോ ദിവസവും എടുക്കുന്ന മണിക്കൂറുകൾക്കനുസരിച്ചാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ പിന്നെ ഈ വേജ് കൊടുക്കാറുള്ളത് എന്നുള്ളതാണ്. അങ്ങനെ ബട്ട് ആർണോൾഡ് ഡിഡ് നോട്ട് ലൈക്ക് ഇറ്റ്, ഹി ഓൾവേസ് വാണ്ടഡ് ഹിസ് ഓൾഡ് വൺ, എ ലിറ്റിൽ റെഡ് ഡഫിൾ കോട്ട് ഹി had long ago had grown. പക്ഷേ ആർണോൾഡിൽ എപ്പോഴും ഇത്തരം വസ്ത്രങ്ങളോട് താല്പര്യമില്ല. അവന് ഇഷ്ടപ്പെട്ടൊരു വസ്ത്രം എന്നുള്ള പഴയൊരു വസ്ത്രമാണ് അല്ലെ, ഒരു റെഡിലുള്ള വസ്ത്രം. അതാണെങ്കിലോ അവൻ വളർച്ചയായതുകൊണ്ട് വസ്ത്രം അവന് പാകമില്ലാത്ത അവസ്ഥയിലായിട്ടുണ്ട്. When she came toward him, he started mourning and rocking and shaking his head. അപ്പോൾ അങ്ങനെ അമ്മ വന്നപ്പോൾ തലക്ക് കുലിക്കാൻ എന്തൊക്കെയോ ആംഗ്യം കാണിക്കുന്നുണ്ട് കുട്ടി അല്ലേ. She had to struggle to stuff his arms in the sleeves, small though he was strong, very. അപ്പോൾ ഈ കയ്യൊക്കെ അതിലൂടെ എടുക്കാൻ അമ്മ കുറേ സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു. എന്താ കാര്യം, നല്ല ശക്തി ഉണ്ടായിരുന്നു അവന്. പിന്നെ സ്മോൾ ദോ അല്ലേ, ആൾ ചെറിയ 9 വയസ്സായ കുട്ടിയാണെങ്കിലും അതിലേറെ ശക്തി അവനുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. He was getting to be too much for her. She shook free of her hands and ran over to his bed. He shook free. അവൻ കൈയൊക്കെ കുടഞ്ഞു മാറ്റി. അതായത് അമ്മ ഈ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഡ്രസ്സ് അണിയിക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ കുട്ടി കൈയൊക്കെ കുതിരി മാറിയിട്ട് ബെഡിലേക്ക് ഓടുകയാണ്. ദ ജാക്കറ്റ് വാസ് ഓൺ അതോ ഇറ്റ് വാസ് ഇൻ ബട്ടൺഡ്. പക്ഷേ എങ്ങനെയൊക്കെ അമ്മ ജാക്കറ്റ് അവന് അണിയിപ്പിച്ചിട്ടുണ്ട്, പക്ഷേ ബട്ടണൊന്നും ഇടാൻ കഴിഞ്ഞിരുന്നില്ല. ദ കോളർ വാസ് ആസ് ക്യൂ ബട്ട് നെവർ മൈൻഡ്. ദാറ്റ് ജസ്റ്റ് മെയ്ഡ് ഹിം ലുക്ക് മോർ real. She always felt bad at how he stood inside his clothes, separate from them, passive, unaware of all the buttons and snaps she had fastened carefully as she would a doll's. അപ്പോൾ വളരെ പ്രയാസപ്പെട്ടാണ് അമ്മ ഈ ഡ്രസ്സൊക്കെ കുട്ടിയെ ധരിപ്പിക്കുന്നത്. പലപ്പോഴും ബട്ടണൊന്നും ഇടാതെ അല്ലെങ്കിൽ കോളറൊന്നും ശരിക്കാക്കാതെയാണ് അവൻ പോവുക. പക്ഷേ ആ ഒരു രീതിയിലാണ് അവൻ്റെ യഥാർത്ഥ രീതിയിൽ, അത് ആ കുട്ടിക്കൊരു മാനസിക പ്രശ്നമുണ്ട് എന്നുള്ളത് തോന്നിക്കുന്നത് ആ ഒരു രീതിയിൽ നിൽക്കുമ്പോൾ മാത്രമാണെന്നുള്ളതാണ്. അല്ലെങ്കിൽ അത്ര അധികം തോന്നാറില്ല. പക്ഷേ അമ്മ അങ്ങനെയൊക്കെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് കുട്ടി എന്ത് ചെയ്യാറുള്ളത്, പിന്നെ ഈ വസ്ത്രങ്ങളൊക്കെ കുട്ടിയെ അണിയിപ്പിക്കാറുള്ളതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഷീ ഗേവ് ലാസ്റ്റ് ലുക്ക് അറൗണ്ട് ദ റൂം, ചെക്ക് ടു മേക്ക് ഷുവർ ദാറ്റ് ഹോട്ട് പ്ലേറ്റ് വാസ് ഓഫ് ആൻഡ് ദെൻ പിക്ക്ഡ് അപ്പ് ദ പേഴ്സ് ആൻഡ് അർണോൾഡ് സ്യൂട്ട് കേസ്. കം അലോങ് അർണോൾഡ് ഷീ സെഡ്. അങ്ങനെ പുറപ്പെടാനുള്ള തയ്യാറെടുപ്പിലാണ്. സ്യൂട്ട് കേസൊക്കെ എടുത്തിട്ട് ആ അർണോൾഡിനെ വിളിക്കുകയാണ്. കം അലോങ് അല്ലേ, കൂടെ വരൂ എന്ന് പറയണം. He came, dragging out every step
He looked at the suitcase suspiciously, but only because it was new. It did not have any meaning for him. See, she said, is yours. It's Arnold's. It is going on the train with us. അപ്പോൾ എന്താ പറയുന്നത്, അപ്പോൾ കുട്ടി പിന്നെ കാലൊക്കെ വേയിച്ച അങ്ങനെയുള്ള കുട്ടികളെ കണ്ടില്ല, നടക്കുന്നൊക്കെ കാലൊക്കെ വേച്ച് നടക്കാറുള്ളത്. ഈ കുട്ടി അങ്ങനെ അമ്മയുടെ കൂടെ വേച്ച് നടക്കുകയാണ്. അങ്ങനെ അവൻ ആ സൂട്ട് കേസിലേക്ക് നോക്കുന്നുണ്ട്. അത് കാര്യം അത് പുതിയ സംഭവമാണ്, അവൻ ഇതുവരെ കാണാത്തൊരു സൂട്ട് കേസ് അതുകൊണ്ട് അതിലേക്ക് നോക്കുകയാണ്. അപ്പോൾ അമ്മ പറയുകയാണ് അവനോട്, ഷീ സെഡ് ഇറ്റ്സ് യുവേഴ്സ്, ഇത് എൻ്റേതാണ്, ഇത് നമ്മുടെ കൂടെ ഈ സൂട്ട് കേസും വരുന്നുണ്ട് എന്നുള്ള രൂപത്തിൽ അമ്മ അവനോട് സംസാരിക്കണം. ബട്ട് ഹെർ വോയിസ് വാസ് ഓൾ റോങ്. He would pick it up for sure. She paused in the middle of locking the door and glanced over at him fearfully. Anything could set him off nowadays. He hadn't noticed though. He was too busy staring around the hallway, googling at a freckled walnut-framed mirror as if he had never seen it before. She touched his shoulder. Come Arnold, she said. അപ്പോൾ കുട്ടി അമ്മ പാതി അടക്കുമ്പോഴോ അവൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്, എന്തോ ഭയപ്പാട് കൂടി നോക്കുകയാണ്. അപ്പോൾ അവൻ്റെ കാഴ്ചയോ, അവനാണെങ്കിൽ ഹാൾവേയിലുള്ള ഒരു പിന്നെ മിററിലേക്ക് ഇങ്ങനെ തുറിച്ച് നോക്കുകയാണ്. അവൻ ആദ്യമായിട്ട് കാണുന്ന പോലെ, ആസിഫ് എന്ന പ്രയോഗം എന്നതുപോലെ എന്നുള്ളതാണ്. ഹി വുഡ് ഹാവ് നെവർ സീൻ ഇറ്റ് ബിഫോർ. മുമ്പൊരിക്കലും അത് കണ്ടിട്ടില്ല എന്ന പോലെ കുട്ടി അതിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആ സമയത്ത് അമ്മ വാതിലൊക്കെ അടച്ച് അവൻ്റെ ഷോൾഡറിൽ തട്ടിക്കൊണ്ട് പറയാണ്, കം ആർണോൾഡ്, ഷീ സെഡ്. They went down the stairs slowly, both of them clinging to the sticky mahogany railing. The suitcase banged against her shins. In the entrance hall, old Mrs. Puckett stood waiting outside her door, a huge soft lady in a black crepe dress and orthopedic shoes. She was holding a plastic bag of peanut butter cookies, Arnold's favorites. അങ്ങനെ പുറത്ത് ആര് കാത്തു നിൽക്കുന്നുണ്ട്? മഹാഗണി റെയിലിങ്ങിലൂടെ അങ്ങനെ മഹാഗണി മരം തന്നെയാണ്. സൂട്ട് കേസ് ബാങ്ക്ഡ് ഹർ അഗൈൻസ്റ്റ് ഷിൻ. അപ്പോൾ ഈ ഷിന്ന നമ്മുടെ ഈ കാൽമുട്ടിൻ്റെയും നിരണിക്കടിയിലുള്ള എല്ലിനായിട്ട് ഷിൻ എന്ന് പറയും. അപ്പോൾ അവിടെ അങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ട്. സൂട്ട് കേസ് അത്യാവശ്യം വലിപ്പമുള്ളതാണ്. അവിടെ അങ്ങനെ തട്ടിക്കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് നടക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം കനണ്ടായിരിക്കും, അതാണ് അങ്ങനെ വേച്ച് കൊണ്ടുപോകുന്നത്. അങ്ങനെ അവിടെ പുറത്ത് നിൽക്കുന്നുണ്ട് ആര്? ഇത് എൻട്രൻസ് ഹാൾ. അങ്ങനെ കയറി ചെന്ന ആ എൻട്രൻസ് ഹാൾ എങ്ങോട്ടോ കൊണ്ടുപോവുകയാണ് കുട്ടിയെ. ആ എൻട്രൻസ് ഹാളിൽ ആര് നിൽക്കുന്നുണ്ട്? മിസ്സസ് പക്കറ്റ് സ്റ്റുഡ് അല്ലേ, പക്കറ്റ് എന്ന് പറയുന്ന ഒരു സ്ത്രീ നിൽക്കുന്നുണ്ട്. അപ്പോൾ പുറത്തെ വാതിൽ കാത്തു നിൽക്കുകയാണ്. ഹ്യൂജ് സോഫ്റ്റ് ലേഡി. അവരെക്കുറിച്ചുള്ള പിന്നെ വിശേഷം എന്ന് പറയുന്നത് ഒരു ഷൂസ്, ഓർത്തോപെഡിക് ഷൂസ് എന്ന് പറഞ്ഞാൽ കാലിനെന്തോ കുഴപ്പമുണ്ട്, അപ്പോൾ ഉപയോഗിക്കുന്ന ഷൂ ആണ് ഓർത്തോപെഡിക്. ഈ എല്ല് ഒക്കെ വളർച്ചയില്ലാത്തതോ അല്ലെങ്കിൽ സ്വാധീനമില്ലാത്തതൊക്കെ ആയിട്ടുള്ള ആളുകൾ ഉപയോഗിക്കുന്ന ഷൂ. ഷി വാസ് ഹോൾഡിങ് എ പ്ലാസ്റ്റിക് ബാഗ് ഓഫ് പീനട്ട് ബട്ടർ കുക്കീസ്. കുക്കീസ് കയ്യിൽ പിടിച്ച് നിൽക്കുകയാണ്. അതെന്താണ്? ഈ കുക്കീസാണ് ആർണോൾഡ്സ് ഫേവറേറ്റ്സ്. ആർണോൾഡ് ഇഷ്ടപ്പെട്ട കുക്കീസ് കയ്യിൽ പിടിച്ച് നിൽക്കുകയാണ്. There were tears in her eyes. Here Arnold, she said, cowering. Maybe she felt to blame that he was going, but she had done the best she could. Baby sat him all these years and only given up when he had grown too strong and wild to manage. Bet wished Arnold would give the old lady some sign, hug her, make his little crowning noise. Just take the cookies even, but she was too excited. അങ്ങനെ കുട്ടിയെ അവിടെ ഏൽപ്പിക്കാനുള്ള ശ്രമമാണ് അമ്മ നടത്തുന്നത്. ഈ കുട്ടി ഇത്തരം കുട്ടികളെ നോക്കുന്നൊരു പിന്നെ ഷെൽട്ടർ ഹോമിലേക്ക് അമ്മ കുട്ടിയെ കൊണ്ടുപോകുന്നു എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അല്ലേ. അങ്ങനെ എന്തെയാണ് കുട്ടിയോട് അമ്മ പറയുന്നുണ്ട്, എന്താ കാരണം ഇത്രയും കാലം അമ്മ നോക്കിയിട്ടുണ്ട് കുട്ടിയെ വീട്ടിൽ വെച്ചിട്ട്, പക്ഷേ ഇനിയും ഒരു പക്ഷേ അമ്മക്ക് മാനേജ് ചെയ്യാൻ ഇതിലപ്പുറത്തേക്ക് കുട്ടിയുടെ സ്വഭാവങ്ങളൊക്കെ മാറിയത് കൊണ്ടായിരിക്കാം അമ്മ ഈ ഒരു സാഹസത്തിന് മുതിർന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ എന്ത് ചെയ്യുന്നു? ബെറ്ററാണ് അമ്മയാണ്. അങ്ങനെ അമ്മ ബെറ്റ് വിഷ്ഡ് ആർണോൾഡ് വുഡ് ഗീവ് ദ ഓൾഡ് ലേഡി സം സൈൻ അല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണം, അതായത് ഈ ലേഡിയെ എങ്ങനെ കെട്ടിപ്പിടിക്കണം എന്നൊക്കെ ഉള്ള ഒരു സൂചന അമ്മ ആംഗ്യത്തിലൂടെ കാണിച്ചു കൊടുക്കണം കുട്ടിക്ക്. ഹഗ്ഗർ, അവരെ ആലിംഗനം ചെയ്യണം, ആശ്ലേഷിക്കാനാണ്. മേക്ക് ഹിസ് ലിറ്റിൽ ക്രൗണിങ് നോയ്സ്, ജസ്റ്റ് ടേക്ക് ദ കുക്കീസ് ഈവൻ. അപ്പോൾ അവനെന്ത് ചെയ്യണം? കുക്കീസാണ് അല്ലേ. മേക്ക് ഹിസ് ലിറ്റിൽ ക്രൗണിങ് നോയ്സ്, ബട്ട് ഹി വാസ് ടു എക്സൈറ്റ്. അങ്ങനെയൊക്കെ ആകുമ്പോൾ അവൻ എന്തോ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. He traced on out the front door, and it was Bet who had to take them. Well, thank you, Miss Puckett, she said. I know you will enjoy them later. കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ സമയം എടുക്കുമെങ്കിലും ഇതൊക്കെ പിന്നീട് അവൻ ആസ്വദിച്ചോളും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് അമ്മ അവരോട് സംസാരിക്കുന്നത്, പക്കറ്റിനോട് സംസാരിക്കുന്നത്. Oh no, said Miss Puckett, and she flapped her large hands and gave up sobbing. They were lucky and caught a bus first thing. Arnold sat by the window. He must have thought he was going to work with her. When they passed the red and gold Craig sign, he
jabbered and tried to stand up. No, honey, she said, and took hold of his arm. He settled down then and let his hand stay curled in hers a while. She had very small, cool fingers and nails as smooth as thumbtack heads. They were, oh no, said Puckett. They were lucky and caught a bus first thing. അങ്ങനെ അവർ ബസ്സിൽ കയറി യാത്ര ചെയ്യുകയാണ്. ആദ്യ ബസ്സിനെ കിട്ടി. ആർണോൾഡ് സാറ്റ് ബൈ ദ വിൻഡോ. ആർണോൾഡ് എവിടെ ഇരുന്നത്? ആ വിൻഡോ കരികിൽ തന്നെയായിരുന്നു. ഹി മസ്റ്റ് ഹാവ് തോട്ട് ഹി വാസ് ഗോയിങ് ടു വർക്ക് വിത്ത് ഹർ. ഒരു പക്ഷേ അവൻ ഈ കുട്ടി ചിന്തിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. എന്താണ്? അവൻ ഇനി ഇവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പോവുകയാണെന്ന്. വെൻ ദേ പാസ് ദ റെഡ് ആൻഡ് കോൾഡ് കേക്ക് സൈൻ ഹി ജബ്ബേർഡ് ആൻഡ് ട്രൈ ടു സ്റ്റാൻഡ്. അപ്പോൾ അവനെ ഈ യാത്ര ആസ്വദിച്ചുകൊണ്ട് അവൻ ഇടയ്ക്ക് എണീറ്റ് നിൽക്കാൻ ശ്രമിക്കുകയാണ് ബസ്സിൽ നിന്ന്. നോ ഹണി, ഷി സെഡ്. അങ്ങനെ ചെയ്യരുത് എന്ന് കുട്ടിയോട് പറയാണ്. ആൻഡ് ടു കോൾഡ് ഓഫ് ഹിസ്, അവൻ്റെ കൈ പിടിക്കുകയാണ്. ഹി സെറ്റിൽ ഡൗൺ ആൻഡ് ദെൻ ലെറ്റ് ഹിസ് ഹാൻഡ് സ്റ്റേ കേൾഡ് ഇൻ ഹർ ഹെയർസ് വൈൽ. അപ്പോൾ അങ്ങനെ കൈ ചുരുട്ടി പിടിച്ച് നിൽക്കണം അമ്മ. ഹി ഹാഡ് വെരി സ്മോൾ കൂൾ ഫിംഗേഴ്സ്, ചെറിയ കൈകളാണ് അവനുള്ളതെങ്കിലും. ആൻഡ് നെയിൽസ് ആർ സ്മൂത്ത് ആസ് തംബാക്ക് സഡ്സ്, ചെറിയ കൈകളാണ് അല്ലേ. ചെറിയ കൈകൾ ഉള്ള ഒരു കുട്ടി. ആ കുട്ടി 9 വയസ്സായിട്ടുള്ളൂ എന്നുള്ളതാണ്. ആ കുട്ടിയെ കൈപ്പിടിച്ച് അമ്മ ആ ബസ്സിലിരിക്കുകയാണ്. അറ്റ് ദ ട്രെയിൻ സ്റ്റേഷൻ ഷീ ബോട്ട് ദ ടിക്കറ്റ്സ് ആൻഡ് ദെൻ എ പാക്ക് ഓഫ് റെഗ്ലീസ് സ്പിയർമിൻറ്റ് ഗം. Arnold stood gaping at the vaulted ceiling, with his head flopped back and his arms hanging limp at his sides. People stared at him. She would have liked to push their faces in. Over here, honey, she said, and she nudged him towards the gate, straightening his collar as they walked. അങ്ങനെ കുട്ടിയുമായിട്ട് എന്താണ് സ്റ്റേഷനിലെത്താണ്. അവിടെ എന്താണ് ആൻഡ് ദെൻ എ പാക്ക് ഓഫ് റിഗ്ലീസ് സ്പിയർമിൻറ്റ് ഗം. അപ്പോൾ ഒരു ഗമ്മിൻ്റെ പേരാണ്, ചുയിങ്കത്തിൻ്റെ പേരാണ്. അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അവൾ അല്ലേ. ആർണോൾഡ് സ്റ്റുഡ് ഗ്യാപ്പിംഗ് അറ്റ് ദ വോൾട്ടഡ് സീലിംഗ്. അങ്ങനെ പിന്നെ ആ സീലിങ്ങിൻ്റെ ഗ്യാപ്പ് ആർണോൾഡ് ഇങ്ങനെ നോക്കി നിൽക്കുകയാണത്. വിത്ത് ഹിസ് ഹെഡ് ഫ്ലോപ്ഡ് ബാക്ക് ആൻഡ് ഹിസ് ആംസ് ഹാങ്ങിങ് ലിംസ് അറ്റ് ഹിസ് സൈഡ്സ്. പീപ്പിൾ സ്റ്റേർഡ് അറ്റ് ഹിം. ഈ കുട്ടിയുടെ അസ്വാഭാവികമായ പെരുമാറ്റം കൊണ്ടുകൊണ്ട് പീപ്പിൾ സ്റ്റേർഡ്, അങ്ങനെ കുട്ടിയെ തുറച്ചു നോക്കണം. ഷീ would have liked to push their faces in. സത്യത്തിൽ അവൾക്ക് അവളുടെ മുഖം പുഷ് ചെയ്താൽ തിരക്കില്ല എന്നുണ്ട് അമ്മക്ക്. കാരണം തുറച്ചു നോക്കുക എന്നുള്ള കുട്ടിക്ക് സ്വാഭാവികമായിട്ട് മാനഹാനി ഉണ്ടാക്കുന്ന കാര്യമാണ് അല്ലേ. ഓവർ ഹിയർ അണി. അപ്പോൾ പക്ഷേ കുട്ടിയെ തിരിച്ചു വിടാണ് അമ്മ. ആൻഡ് ഷീ നഡ്ജ്ഡ് ഹിം ടുവേഴ്സ് ദ ഗേറ്റ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് മെല്ലെ തട്ടിയിട്ട് ആ ഗേറ്റിന് നേരെ കുട്ടിയെ നടത്താനുള്ള ശ്രമം നടത്തണം. സ്ട്രൈറ്റനിങ് ഹിസ് കോളേഴ്സ് ആസ് ദേ വാക്ക്ഡ്. അങ്ങനെ നടന്നു പോകുന്നതിനിടയിൽ കുട്ടിയുടെ കോളർ അമ്മ നേരത്തെ പറഞ്ഞു വീട്ടിൽ നിന്ന് ശരിയാക്കാൻ പറ്റാത്തിരുന്ന കോളർ അമ്മ എന്ത് ചെയ്യണം, ശരിയാക്കി വെച്ച് കൊടുക്കുകയാണ്. ഓക്കെ. അപ്പം ഇങ്ങനെ ആർണോൾഡിനെയും കൊണ്ട് അമ്മ ബെറ്റ് എങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ് ഒരു സ്ഥാപനത്തിലേക്ക് പോകുന്ന ഒരു പാരഗ്രാഫിൽ നമ്മൾ ഇന്നത്തെ സ്റ്റോറി അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ അടുത്തൊരു ഭാഗം നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, സോ ലെറ്റ്സ് വൈൻഡ് അപ്പ്. താങ്ക്സ് ഫോർ വാച്ചിങ്.